ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫാമിലി വീക്കിൻ്റെ 4ാം ദിവസമായ ഇന്ന് 3 പേരുടെ ഫാമിലിയാണ് വന്നത്. ലക്ഷ്മിയുടെയും ഒനീലിൻ്റെയും നെവിനിൻ്റെയും 3 പേരുടെ ഫാമിലിയും ഒരേ സമയമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനു മുൻപ് തന്നെ ഇവർക്ക് ടാസ്ക് എല്ലാം ബിഗ് ബോസ് അറ്റ് എ ടൈമിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ആൾക്കും ആക്ടിവിറ്റി ഏരിയയിൽ ഒരേ സമയത്ത് തന്നെയായിരുന്നു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ഏറെ നേരങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത്. നെവിൻ്റെ അമ്മയും സഹോദരിയും, അമ്മയും അനിയത്തിയുമായിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ ഒനീലിൻ്റെ അമ്മയും ബ്രദറും തന്നെയായിരുന്നു. ലക്ഷ്മിയുടെ അമ്മ മാത്രമേ വന്നിരുന്നുള്ളൂ. ലക്ഷ്മിയുടെ മോൻ വരും എന്നത് ഏകദേശം കൺഫേം ആയിരുന്നു. ഇന്നലെയൊക്കെ ലക്ഷ്മി ലൈവിലിരുന്ന് ആദിലയോടും നൂറയോടും പറയുന്നുണ്ടായിരുന്നു, മോൻ തീർച്ചയായും വരും, മോനും അമ്മയായിരിക്കും വരിക എന്നുള്ളത്. എന്നാൽ മോൻ വന്നിട്ടില്ല, മോനെ വീട്ടിലേക്ക് കയറ്റി വിട്ടിട്ടില്ല എന്നൊരു റൂമേഴ്സും പുറത്ത് പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പല കോൺട്രവേഴ്സികളും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ഇന്ന് തന്നെ 2-3 വീഡിയോസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് എനിക്കതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് 3 ഫാമിലിയും അറ്റ് എ ടൈമിലാണ് വീട്ടിലേക്ക് വന്നത്. ഇത്ര സമയം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഫാമിലി വന്ന് രാവിലെ ഒരു ഫാമിലി, ഉച്ചയ്ക്ക് ഒരു ഫാമിലി, അതിനുശേഷം എന്നുള്ള ആ ഒരു രീതിയിൽ വരുന്ന ഫാമിലികൾ ഇന്ന് ഇത്രയധികം ഡിലേ ആയിട്ട് വന്നതിൽ തന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തിടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. എന്തായാലും ലക്ഷ്മിയുടെ മകൻ വന്നിട്ടില്ല. ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കണ്ടൻ്റ് ആയിരുന്നു ലക്ഷ്മി ആദിലയെക്കുറിച്ചും നൂറയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്, എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റില്ല എന്നത്. അതായത് ലാലേട്ടൻ പോലും വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മിയോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല എന്നത് തീർത്ത് ലക്ഷ്മി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ ലെസ്ബിയൻ കപ്പിൾസ്, അല്ലെങ്കിൽ ആദിലയും നൂറയും ഏതെങ്കിലും തരത്തിൽ ലക്ഷ്മിയുടെ മകനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നുള്ള തിങ്സൊക്കെ സ്വാഭാവികമായും ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകും. അതായത് അവരുടെ ചിന്തയിൽ വരും എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണിത്. അതുകൊണ്ട് തന്നെ അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാണോ ഇതിനൊരു കാരണം എന്നത് നമുക്ക് അറിയില്ല. എന്തായാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒനീലിൻ്റെ അമ്മ ഒരു രക്ഷയുമില്ല, പോസിറ്റീവ് വൈബ്. ഇന്നലെ ആര്യൻ്റെ അമ്മ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഇന്ന് ഒനീലിൻ്റെ അമ്മയും. ഒനീലിൻ്റെ അമ്മ ബിഗ് ബോസിന് മുമ്പ് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ ഒരു വാക്ക് സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞ ഒരു വാക്കല്ല, എത്ര വേണമെങ്കിലും സംസാരിച്ചോളൂ എന്നത്. അപ്പോൾ ഒനീലിൻ്റെ അമ്മ പറയുന്നുണ്ട്, ബിഗ് ബോസ് സീസൺ 1 മുതൽ സീസൺ 7 വരെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാനാണ്. അന്ന് മുതൽ എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു ഈ ബിഗ് ബോസ് വീടിനകത്ത് ഒന്ന് കയറണം എന്നത്, എൻ്റെ മകൻ ഇതിനകത്ത് വരണം എന്നത്. സീസൺ 7 എൻ്റെ ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ എല്ലാ ലാംഗ്വേജിലുള്ള സീസണുകളും ഞാൻ കാണാറുണ്ട്. ബിഗ് ബോസിൻ്റെ ഒരു വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട് വളരെയധികം ചെറിയൊരു വീടാണ്. പക്ഷേ ചെറിയ വീടിനുള്ളിലായാലും വലിയ വീടിനുള്ളിലായാലും സന്തോഷത്തോടു കൂടി കഴിയുക എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം പോസിറ്റീവായി എല്ലാവരെയും നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്ന ഒരു അമ്മ. നീലിൻ്റെ സഹോദരനും അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് വൈബുള്ളൊരു വ്യക്തിയായിരുന്നു. നീലിന് ഹിൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്, നിനക്കിവിടെ പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല എന്നുള്ളത്. അഭിലാഷായിരുന്നു FC ബോയുടെ സുഹൃത്ത്, പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും സുഹൃത്തുക്കൾ ഇല്ല എന്നുള്ള രീതിയിലൊരു ഹിൻ്റ് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും ശത്രുക്കളാണ് എന്നുള്ളത്. ഒനീൽ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഒനീലിൻ്റെ അമ്മ ആദിലയോടും നൂറിയോടും വീട്ടിലേക്ക് വരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട്, ആദിലയും നൂറയും വീട്ടിലേക്ക് വരണം, വീട്ടിൽ കയറ്റിയില്ലെങ്കിലും സിറ്റ് ഔട്ടിൽ ഇരിക്കാമല്ലോ എന്നത്. മറ്റൊന്ന്, ഓരോരുത്തരും ഓരോരോ പോയിന്റുകൾ വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്നത്. ഒരുപക്ഷെ ലക്ഷ്മി ആദില നൂറ വിഷയത്തെക്കുറിച്ച് ആ ഒരു പോയിന്റ് വൈസ് ചെയ്ത് ഗെയിം കളിച്ചു എന്നതായിരിക്കാം ലക്ഷ്മിയുടെ അമ്മ ഉദ്ദേശിച്ചത്. മാത്രമല്ല ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എൻ്റെ ഇളയ മകൾ പാർവതി കാണാൻ നൂറയെ പോലെയാണ് എന്നത്. അപ്പോൾ അവർക്കും ആദിലയോടും നൂറയും യാതൊരുവിധ എതിർപ്പും ഇല്ല, അല്ലെങ്കിൽ യാതൊരുവിധ വിരോധവും ഇല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.